നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത്, നിങ്ങൾ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് കൈവരികളുടെ സഹായത്തോടു കൂടിയിട്ടോ മറ്റൊരാളുടെ സഹായത്തോടു കൂടിയിട്ടാണോ സ്റ്റെപ്പ് കയറുന്നുണ്ടാവുന്നത്? അതുപോലെ കയറി കഴിഞ്ഞതിന് ശേഷം മുട്ടുകൾക്ക് അമിതമായിട്ട് വേദനകൾ ഉണ്ടാവുക, ഇരുന്നിട്ട് ഒരിടത്തുനിന്ന് എണീക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ സഹായം തേടുക, അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ തന്നെ വളരെ സ്ലോ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യാൻ പറ്റുന്നത്. സന്ധികളിൽ അമിതമായിട്ട് വേദനകൾ വരിക, മസിൽസുകളിൽ വേദനകൾ വരിക തുടങ്ങിയിട്ടുള്ള നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന നീർക്കെട്ട്, വേദന മുതലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഒപ്പം തന്നെ നമുക്ക് പലതരത്തിലുള്ള ഡെഫിഷ്യൻസികൾ, പ്രധാനമായിട്ടും വിറ്റമിൻ ഡിയുടെയും കാൽസ്യത്തിൻ്റെയും ഒക്കെ തന്നെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്ന വേദനകൾ അകറ്റാൻ വേണ്ടിയിട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന പാലിനോടൊപ്പം അതുപോലെ തന്നെ പാല് കുടിക്കാത്തവർക്കാണെങ്കിൽ മറ്റൊരു രീതിയിലും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് നമുക്ക് ചെയ്യാം. മറ്റു പല രീതികളും നമുക്ക് വളരെ ഗുണകരമായിട്ട് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഏതൊക്കെയാണെന്നുള്ളതും ഏത് രീതികളിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ആരൊക്കെയാണ് കഴിക്കേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ ഒരുപാട് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും ഈ ഒരു നീർക്കെട്ട്, വേദന മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറാതെ നിൽക്കുന്ന ബേസിക് ആയിട്ടുള്ള 4 റീസണുകൾ പറയാം. ഏറ്റവും ആദ്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ പൂറായിട്ടുള്ള ഭക്ഷണ രീതികളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജങ്ക് ഫുഡ് അമിതമായിട്ട് കഴിക്കുന്നു, അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മിനറൽസോ അതുപോലെ ന്യൂട്രിയൻസോ വാല്യൂസോ ഒന്നും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളല്ല കഴിക്കുന്നത്. നമ്മുടെ ടേസ്റ്റിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഭക്ഷണ രീതികളാണ് നമ്മളെ ഏറെക്കുറെ അസുഖങ്ങളിലേക്ക് നയിക്കുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ. പ്രധാനമായിട്ടും നമ്മൾ ഇരുന്നിട്ട് ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഒരുപാട് പേരും വർക്കുകൾ ഇരുന്നിട്ട് ജോലി ചെയ്യുന്നവരാണ്. മൂവ്മെൻറ്റ്സും കാര്യങ്ങളും വളരെ കുറവാണ്. പുറത്തേക്ക് തൊട്ടടുത്തുള്ള കടകളിൽ പോകണമെങ്കിൽ വരെ നമ്മൾ വാഹനത്തിൻ്റെ സഹായമാണ് തേടുന്നുണ്ടാവുന്നത്. കാലുകൾക്കും കൈകൾക്കും ഒക്കെ തന്നെ ഒരു വിധത്തിലുള്ള മൂവ്മെൻറ്റ്സും ഇല്ലാതിരിക്കുന്ന സമയത്തും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള അസുഖങ്ങളും അതിനോടൊപ്പം ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഡയബറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ, ഒരുപാട് രോഗങ്ങൾക്ക് അടിമപ്പെടാനുള്ള കാരണമാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം മൂവ്മെൻറ്റ്സ് നമ്മൾ നടത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമതായിട്ട് വരുന്നതെന്ന് പറയുന്നത് നമുക്ക് സ്ട്രെസ് അമിതമായിട്ട് വരിക എന്നുള്ളതാണ്. ഈ ഒരു സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് തരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചസുകൾ ഉണ്ടാവാറുണ്ട്. സ്ട്രെസ് അമിതമായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുകൾ വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുപോലെ വേദനകളും വരാറുണ്ട്. ഈ വേദനകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അമിതമായിട്ട് പെയിൻ കില്ലേഴ്സ് കഴിക്കാൻ, പെയിൻ കില്ലേഴ്സിനെ ആശ്രയിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇത് നമ്മുടെ ലിവറിനെയും കിഡ്നീനെയും ഒക്കെ തന്നെ വളരെ കാര്യമായ രീതിയിൽ ബാധിക്കുന്നതാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് കുറയ്ക്കാനും അതുപോലെ നമ്മുടെ ഇൻഫ്ലമേഷൻ കണ്ടീഷൻസ്, നീർക്കെട്ടുകളൊക്കെ തന്നെ വരുന്ന സമയത്തോ വേദനകൾ വരുന്ന സമയത്തോ അമിതമായിട്ട് നമ്മൾ ഒരിക്കലും ഒരു പെയിൻ കില്ലേഴ്സിനെ ആശ്രയിക്കാതിരിക്കുക എന്നുള്ളതാണ്. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാൽസ്യം അതുപോലെ തന്നെ വിറ്റമിൻ ഡിയുടെ അളവ് എന്ന് പറയുന്നത് വളരെ കുറവായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് തന്നെ നമ്മുടെ എല്ലുകൾക്ക് വേദനകൾ വരാൻ വേണ്ടിയിട്ടും അതുപോലെ എല്ലുകൾക്ക് കട്ടിയില്ലാതിരിക്കുക എന്ന് പറയും. അതായത് ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള കണ്ടീഷൻസുകൾ വരും, എല്ല് തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങൾ വരും, പെട്ടെന്ന് തന്നെ പൊട്ടലുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാം. വളരെ എഫക്റ്റീവായിട്ടുള്ള ചില ഭക്ഷണങ്ങൾ നമ്മൾ കുതിർത്ത് വെച്ചിട്ട് കഴിക്കാൻ പറ്റും. പല രീതികളിൽ നമുക്കിത് പ്രയോജനപ്പെടുത്താൻ പറ്റും. പ്രധാനമായിട്ടും 3 രീതികളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് നമ്മൾ കുതിർത്ത് കഴിക്കേണ്ട ഒരു രീതിയാണ്. ആദ്യം താമര വിത്തുകളാണ് പറയുന്നത്. അതായത് ലോട്ടസ് സീഡ് എന്ന് പറയാറുണ്ട്, മഖാന എന്ന് പറയാറുണ്ട്, പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്. സൂപ്പർ മാർക്കറ്റ്സുകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതാണ് ഈ ഒരു താമര വിത്തുകൾ എന്ന് പറയുന്നത്. വളരെയധികം കാൽസ്യം കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്, മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്, കൂടാതെ ഫോസ്ഫറസ്, പൊട്ടാസ്യം മുതലായിട്ടുള്ള അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസത്തിൽ 10 തൊട്ട് 15 എണ്ണം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു താമര വിത്തുകൾ നമുക്ക് വെള്ളത്തിൽ തലേ ദിവസം കുതിർത്ത് വെച്ച്, കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. കുതിർത്ത് വെച്ച് പിറ്റേ ദിവസം രാവിലെ ഇത് വെറും വയറ്റിൽ ചവച്ചരച്ച് കഴിക്കുകയും ഇതിൻ്റെ വെള്ളം നമ്മൾ ഒപ്പം കുടിക്കുകയും ചെയ്യുന്നത് ശരീരത്തിലെ വേദനകൾ, നീർക്കെട്ടുകൾക്ക് ആശ്വാസം ലഭിക്കുകയും അതുപോലെ നമ്മുടെ എല്ലുകൾക്ക് കുറച്ചുകൂടി എനർജി ലഭിക്കാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ്. നമ്മൾ ചെയ്യുന്ന വർക്കുകളിലൊക്കെ തന്നെ കുറച്ചും കൂടി സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ടും തന്നെ ഏറെ ഗുണകരമാകുന്ന ഒരു മെത്തേഡാണിത്. ഇനി ശരീരത്തിൽ അമിതമായിട്ട് വേദന, നീർക്കെട്ട് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, എല്ലുകൾക്ക് എല്ല് തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു പറയാൻ പോകുന്നത്. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ചില ചേരുവകളുണ്ട്. ആദ്യത്തെ എന്ന് പറയുന്നത് താമര വിത്തുകൾ തന്നെയാണ്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇത് നമുക്ക് പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ ആണ് ഈ ഒരു നമ്മൾ താമര വിത്തുകൾ കഴിക്കുന്നതിലൂടെ ലഭിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ ഷുഗർ ലെവൽ അമിതമായിട്ട് സ്പൈക്ക് ആക്കാത്ത രീതിയിൽ നമ്മളെ സംരക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ താമര വിത്തുകൾ ഡയബറ്റീസ് ഉള്ളവർക്ക് ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാം. വെയിറ്റ്
വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. താമര വിത്തുകൾ നമ്മൾ എടുക്കേണ്ടത് 10 തൊട്ട് 15 എണ്ണം വരെയാണ് എടുക്കേണ്ടത്. രണ്ടാമത് വരുന്നത് 5 ബദാമാണ് വരുന്നത്. ബദാം എന്ന് പറയുന്നത് പാൽ ഉൽപ്പന്നങ്ങളെ കഴിഞ്ഞ് നമുക്ക് വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലും കാൽസ്യം നമ്മുടെ ശരീരത്തിലും ശരിയായ രീതിയിൽ ലഭിക്കാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ നല്ല ഫാറ്റ് കൂട്ടാൻ വേണ്ടി സഹായിക്കും. നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ പുറന്തള്ളാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. വിറ്റമിൻ ഇ സമൃദ്ധമായിട്ടുണ്ട്. അതായത് പ്രായാധിക്യം മൂലം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയും ഏറെ ഗുണകരമാകുന്നതാണ്. 5 എണ്ണമാണ് എടുക്കേണ്ടത്. മൂന്നാമതായിട്ട് വരുന്നത് ഫ്ലാക്സ് സീഡാണ്, അഥവാ ചണവിത്താണ് വരുന്നത്. ചണവിത്തിൽ എന്ന് പറയുന്നത് ഒമേഗ 3 ഫാറ്റി ആസിഡ്, പ്ലാൻ സോഴ്സ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ് ലഭിക്കുന്നത് ഫ്ലാക്സ് സീഡിലൂടെയാണ്. ഇത് നമ്മുടെ എല്ലുകളുടെ ഇടയിലെ ശ്ലേഷ്മദ്രവം കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ മൂവ്മെന്റ്സും കാര്യങ്ങളും ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടുകൾ അകറ്റാൻ വേണ്ടിയിട്ടും ഗുണകരമാകുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫ്ലാക്സ് സീഡ് നമ്മൾ എടുക്കേണ്ടത് 1 സ്പൂൺ അളവ്, അതായത് ഒരു ചെറിയ സ്പൂണാണ്, ടീസ്പൂണാണ് പറയുന്നത്, 1 ടീസ്പൂൺ അളവായിട്ടുള്ള ഫ്ലാക്സ് സീഡാണ് ഈ ഒരു കൂട്ടിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നാലാമതായിട്ട് വരുന്നത് വാൾനട്ട് ആണ് വരുന്നത്. വാൾനട്ടും നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന് ഏറ്റവും ഗുണകരമാണ്. നെർവസ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും ഒമേഗ 3 ഫാറ്റി ആസിഡും നാച്ചുറലായിട്ട് തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാൾനട്ട് നമ്മൾ എടുക്കേണ്ടത് 2 എണ്ണം മാത്രമാണ്. ഈ ചേരുവകളൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് പറയാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ഗ്ലാസ് ചൂട് പാലാണ് ആവശ്യമായിട്ടുള്ളത്. ഈ 1 ഗ്ലാസ് ചൂട് പാലിനകത്തേക്ക് താമര വിത്തുകൾ 10 അല്ലെങ്കിൽ 15 എണ്ണം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്തിട്ട് പാലിലേക്ക് ഇടുക, കുതിർത്ത് വെക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് ചേർക്കേണ്ട മറ്റ് ചേരുവകൾ എന്ന് പറയുന്നത് തലേ ദിവസം 5 ബദാമും 2 വാൾനട്ടും നമ്മൾ കുതിർത്ത് വെക്കുക, കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. പിറ്റേ ദിവസം ഈ ബദാം തൊലി കളഞ്ഞെടുക്കുക. അതുപോലെ തന്നെ വാൾനട്ടും എടുത്തതിന് ശേഷം രണ്ടും കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു കുതിർത്ത് വെച്ചിട്ടുള്ള താമര വിത്തുകളൊക്കെ തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പാലിനകത്തേക്ക് ഈ പേസ്റ്റ് നമ്മൾ ചേർക്കാവുന്നതാണ്. ഇനി അടുത്തത് ചേർക്കേണ്ടത് ചണവിത്താണ്. ചണവിത്ത് ചേർക്കുമ്പോൾ എപ്പോഴും റോസ്റ്റ് ചെയ്ത് അതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് എടുക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് അതിലുള്ള എല്ലാ തരത്തിലുള്ള ന്യൂട്രിയൻ വാല്യൂസും നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമുക്കത് ആഗിരണം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വറുത്ത് പൊടിച്ചിട്ടുള്ള രീതിയാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. ഈ ഒരു ഫ്ലാക്സ് സീഡും ഈ 1 ടീസ്പൂൺ അളവായിട്ടുള്ള ഫ്ലാക്സ് സീഡിന്റെ പൊടിയാണ് നമുക്ക് ഈ ഒരു കൂട്ടിനകത്തേക്ക് ചേർക്കേണ്ടത്. ഈ പറഞ്ഞിട്ടുള്ള മിശ്രിതമെല്ലാം തന്നെ ചൂടുപാലിൽ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറെ ഗുണകരം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മധുരത്തിന് വേണ്ടിയിട്ട് കൽക്കണ്ടമോ തേനോ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഓർക്കുക, പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ ഇവ രണ്ടും ഒഴിവാക്കുക. ഇനി ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ 11 മണി സമയത്തോ വൈകുന്നേരമോ ഇല്ലെങ്കിൽ കിടക്കാൻ പോകുന്നതിന് 1 മണിക്കൂർ മുന്നേ ആയിട്ടോ ഈ ഒരു മിശ്രിതം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു കൂട്ടെന്ന് പറയുന്നത് ഒരുപാട് ന്യൂട്രിയൻ വാല്യൂസ് ഒരുമിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു മിശ്രിതം എന്ന് പറയുന്നത് എത്ര നാൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. 30 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതേ രീതികളിൽ രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നതാണ്. നിങ്ങൾ ചെയ്ത് നോക്കി റിസൾട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. കാരണം ഇത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലുകൾക്കും അതുപോലെ ഓവറോൾ എനർജി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഒരു ഉന്മേഷം ശരീരത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ടും ഗുണകരമാകുന്ന ഒരു മെത്തേഡാണിത്. നിങ്ങൾക്ക് പാൽ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അല്ലെങ്കിൽ പാൽ അലർജി ഉള്ളവർക്ക് ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് അത് നമുക്ക് അടുത്ത മെത്തേഡ് പറയാം. അടുത്തതെന്ന് പറയുന്നത് ഇതേ ഇൻഗ്രീഡിയൻസ്, അതായത് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള താമര വിത്തുകളും ഫ്ലാക്സ് സീഡും അതുപോലെ ബദാമും നമുക്ക് ഈ ഒരു വാൾനട്ട് എന്ന് പറയുന്നതും ഇവയെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് അധികം എമൗണ്ടിൽ, ഞാൻ ഒരു ദിവസം കഴിക്കേണ്ട എമൗണ്ട് മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറച്ച് അധികം എമൗണ്ടിൽ നിങ്ങൾ എടുക്കുക. എടുത്തിട്ട് നന്നായി റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് മിക്സിയിലിട്ട് നല്ല രീതിയിൽ തന്നെ പൊടിച്ചു വെക്കുക. എന്നിട്ട് ഒരു എയർ കണ്ടെയ്നറിൽ അല്ലെങ്കിൽ നമുക്കൊരു ഗ്ലാസ് കണ്ടെയ്നറിനകത്തേക്ക് നന്നായിട്ട് അടച്ചു വെക്കുക. ഈർപ്പോ കാര്യങ്ങളൊന്നും തട്ടാൻ പാടില്ല, കാരണം അതിൽ പൂപ്പലൊക്കെ തന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധയോട് കൂടിയിട്ട് അത് നന്നായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിൽ നിന്നും 1 സ്പൂൺ അളവായിട്ടുള്ള ദിവസവും 1 സ്പൂൺ അളവായിട്ട് രാവിലെ വെറും വയറ്റിൽ ചെറു ചൂടുവെള്ളത്തിൽ ഈ ഒരു സ്പൂൺ പൊടി നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് ഈ ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് രാവിലെ കുടിക്കാൻ പറ്റുന്നതാണ്. ഇതും ഏറ്റവും ഗുണകരമായിട്ടുള്ള രീതിയാണ് പാല് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ. ഇനി കാൽസ്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, കാൽസ്യം ലെവൽ കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും പാല് മിക്സ് ചെയ്തിട്ടുള്ള രീതിയിൽ കുടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആവുന്നത്. അതുപോലെ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാല് മിക്സ് ചെയ്തിട്ടുള്ള രീതിയിൽ കൊടുക്കുന്നതാണ് ബെനിഫിറ്റ് കൂടുതലായിട്ടുള്ളത്. അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാം. അതുപോലെ പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും തേനോ
കൽക്കണ്ടമോ ഒന്നും തന്നെ മിക്സ് ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ ഇത് കുടിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. ഇനി മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ സർജറി കഴിഞ്ഞിട്ടുള്ളതോ ഗർഭിണികളോ മുലയൂട്ടുന്ന അമ്മമാരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവരുടെ അനുവാദത്തോടു കൂടി മാത്രമായിട്ട് ഇത് കുടിക്കാവുന്നതാണ്. അല്ലാത്തവർക്കൊക്കെ തന്നെ വളരെ സേഫായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു ചേരുവകളിൽ ചേർത്തിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ നോർമലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. എന്നാൽ ഇത് ഒരുമിച്ച് ഈ രീതികളിൽ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കി ഒരു 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ ഈ ഒരു കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ഏതെങ്കിലും വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അതും പറയുക. നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ്. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.